എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 ജൂൺ മാസത്തെ മേടൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 3-ലും 12-ൽ ശനിയും 2-ൽ ബുധൻ രവി എന്നീ ഗ്രഹങ്ങളും 11-ൽ രാഹുവും ജൂൺ 7 വരെ ചൊവ്വ 4-ലും തുടർന്ന് 5-ലും സഞ്ചരിക്കുന്ന കാലയളവാണ്. മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു മാസഫലമാണ് വരാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളിലും കുറച്ച് തടസ്സങ്ങൾ വന്നു ഭവിക്കാനുള്ള സാധ്യതയുണ്ട്. തടസ്സങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സങ്ങൾ ദൂരീകരിക്കുന്നതിനായിട്ട് കൂടുതലായിട്ട് പ്രയത്നിക്കേണ്ടതായിട്ട് വരും. തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും, പക്ഷെ കൂടുതലായിട്ട് പ്രയത്നം ആവശ്യമായിട്ട് വരുന്ന സമയമാണ്. ബന്ധുജന വിരോധങ്ങൾ ഉണ്ടാവാം, പ്രത്യേകിച്ച് സഹോദരങ്ങൾ അല്ലെങ്കിൽ സഹോദര സ്ഥാനീയരിൽ നിന്നൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ദുരനുഭവങ്ങളൊക്കെ വന്ന് ചേരാനുള്ളൊരു സാധ്യത പൊതുവിൽ ഉണ്ട്. എല്ലാ കാര്യത്തിലും കുറച്ച് തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ ആരോഗ്യപരമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാത് സമയത്ത് വേണ്ട ചികിത്സയൊക്കെ എടുത്ത് പോകണം എന്നതേ ഉള്ളൂ. കൂടാതെ ഈ ലേറ്റ് നൈറ്റായിട്ട് ഈ രാത്രികളിലൊക്കെ കൂടുതലായിട്ട് ഡ്രൈവിംഗ് നടത്തുക, സഞ്ചാരം നടത്തുക, അതൊക്കെ ഒന്ന് കുറക്കുന്നതും നന്നായിരിക്കും. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളുമൊക്കെ ഈ രാശിക്കാർക്ക് വന്ന് ചേരും. 11-ലെ രാഹു സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ തന്നുകൊണ്ടിരിക്കും. പക്ഷെ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ചെലവ് അധികരിക്കുന്ന ഒരു സമയവും കൂടുതലായിട്ട് ചെലവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പൈസ കയ്യിലിരിക്കാത്ത സാഹചര്യവും ഒക്കെ വന്ന് ചേരാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് എന്ന് പറയാനേ പറ്റുള്ളൂ. ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടാകും. ആ തടസ്സങ്ങളെയൊക്കെ വിവേകപൂർവ്വം ദൂരീകരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ്. അവരും വളരെ കരുതലോടെ മുന്നോട്ട് പോകേണ്ടതാണ്. മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ തടസ്സങ്ങൾ ലഘൂകരിക്കുന്നതിനായിട്ട് വ്യാഴാഴ്ചകളും ശനിയാഴ്ചകളും അവരവരുടെ മതാചാര പ്രകാരം പ്രാർത്ഥനകൾ നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും.